നമസ്കാരം. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് ഇന്ന് കലുഷിതമായ ഭൂമിയായി തീർന്നിരിക്കുന്നു. 1971 രൂപമെടുത്ത ബംഗ്ലാദേശിന്റെ സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച സഹായവും അതിനേക്കാൾ അധികമായ പിന്തുണയും നിസ്സാരമല്ല. മുജീബ് റഹ്മാൻ ആയിരുന്നു ഫാദർ ഓഫ് ദി നാഷൻ. അന്ന് പാകിസ്ഥാൻ ഇതിനെ ശക്തമായി എതിർത്തപ്പോൾ അമേരിക്ക അവർക്കനുകൂലമായി നിന്നുകൊണ്ട് ഇനി മുന്നോട്ട് നീങ്ങിയാൽ ഞങ്ങൾ 7ാം കപ്പൽപ്പടയെ നയിച്ചുകൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കു വനിത പതറിയില്ല. അവർ പറഞ്ഞു, ഏത് 7ാം കപ്പൽപ്പടയും ഇന്ത്യൻ സമുദ്രത്തിൽ വന്നാൽ, അതിർത്തി ലംഘിച്ചാൽ ഞങ്ങൾ അതിന് തകർത്തു കളയും. അവിടെ വെച്ച് അമേരിക്കയുടെ എല്ലാ ഘോഷങ്ങളും അവസാനിച്ചു. ഇപ്പോഴിതാ മുജീബ് റഹ്മാന്റെ കൂറ്റൻ പ്രതിമ പോലും തല്ലിപ്പൊളിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ കലാപം ഒരു കൂട്ടം ആളുകൾ നയിച്ചു കൊണ്ടുപോകുന്നു. എന്തിനാണ് ഈ കലാപം? വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് 30% സംവരണം കൊടുത്തു. ആ സംവരണം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ വാദമുണ്ടായി. കോടതിയിൽ പോയി ജനങ്ങളുമായി സംസാരിച്ചു. അവസാനം ഇപ്പോൾ 5% മാത്രമാണ് ഈ വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് അനുവദിച്ചിട്ടുള്ളത്. ഷേഖ് ഹസീന 4ാം തവണയും ജയിച്ചു ജനാധിപത്യത്തിലൂടെ. പക്ഷേ അവരുടെ അഹങ്കാരം കൊണ്ടോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഉണ്ടായ അപകടമാണോ എന്നറിഞ്ഞില്ല. ജനങ്ങൾ മുഴുവൻ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ കലാപം തുടങ്ങി. അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി, വീട് കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, അവിടെ പാചകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്ത് ഭക്ഷിക്കുന്ന ചിത്രം ചാനലുകളിൽ വന്നു. മുയലിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, കാറ് തല്ലിപ്പൊളിക്കുന്നു. തീർന്നില്ല, അവിടെ കമ്പ്യൂട്ടറുകൾ എടുത്തുകൊണ്ട് പോകുന്നു, ആടിനെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരു കൊള്ളയുണ്ടോ? ആ കൊള്ളയെ എതിർക്കാനോ തകർക്കാനോ കഴിയാത്ത മട്ടിൽ മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രി മുമ്പ് പറഞ്ഞു, ഇതിൽ അമേരിക്കയും ചൈനയും എന്തിന് ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നത്, കലാപത്തെ ഇവരെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ എങ്ങനെ നീങ്ങാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരാലോചന രൂപമെടുത്തപ്പോഴാണ് ഈ കലാപത്തിന്റെ പുതിയ ചിത്രമുണ്ടായത്. ഇപ്പോഴിതാ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന മൈക്രോ ഫിനാൻസിന്റെ പ്രണേതാവായ ആ വന്ധ്യ വയോധികനെ, നോബൽ ജേതാവിനെ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ തലപ്പത്ത് ഇരുത്തിക്കൊണ്ട് പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് സൈന്യം അധികാരമേക്കുകയും ഇനി ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ അടുത്ത പ്രധാനമന്ത്രിയെ എടുക്കാം എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തുമാവട്ടെ, ഒരു അയൽ രാജ്യത്ത് ഉണ്ടാകുന്ന ഈ കുഴപ്പങ്ങൾ ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യൻ ജനതയെ ബാധിക്കും, അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഇത് എത്രയും വേഗം അമർച്ച ചെയ്യപ്പെടുകയോ തീരുകയോ ചെയ്യും എന്ന് പ്രത്യാശിക്കാം.